നമസ്കാരം. സിൽവർ ലൈൻ സർവേക്ക് വന്ന ഉദ്യോഗസ്ഥരും പോലീസുകാരും വീട്ടുകാരും സ്ത്രീകളും മറുപക്ഷത്തും സംഘർഷം ഉണ്ടാവുന്നു. ഒരു സ്ത്രീയെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ആ സ്ത്രീയുടെ മകളാണെന്ന് തോന്നുന്നു കരയുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. സങ്കടമുള്ള ചിത്രമാണ്. അത്തരമൊരു ചിത്രം കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല, നമുക്ക് കാണേണ്ടി വരരുത്. ഒരു സ്ത്രീയെ പോലീസ് വലിച്ചിഴച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ഹർത്താൽ നടക്കുന്നു. വളരെ സ്വാഭാവികമാണ് അവരുടെ പ്രതിഷേധം. സ്വാഭാവികമായ പ്രതിഷേധത്തെ ബഹുമാനിച്ചേ പറ്റുള്ളൂ, ആദരിച്ചേ പറ്റുള്ളൂ, അംഗീകരിച്ചേ പറ്റുള്ളൂ. എൻ്റെ വീടിൻ്റെ ഒരു 100 മീറ്റർ പിറകിലുള്ള വയലിലൂടെയാണ് സിൽവർ ലൈൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള ഞാൻ കാണുന്ന അലൈൻമെൻറ്റ് പ്രകാരം ആ പോകുന്ന വഴിയിലുള്ള ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനിലാണ്, ആങ്സൈറ്റിയിലാണ്. പലരും എൻ്റെ അടുത്ത് വന്നു ചോദിക്കണം, പക്ഷേ ഇത് എടുക്കുന്ന ഉറപ്പാണോ? ഒന്ന് ഉറപ്പറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആ പറമ്പ് വിൽക്കേണ്ടെന്നോ അവിടെ എവിടെ വീട് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാമായിരുന്നു. ഏത് വികസന പദ്ധതിക്കായിരുന്നാലും എന്തിനു വേണ്ടിയിട്ടായിരുന്നാലും നമ്മൾ താമസിക്കുന്ന ഭൂമി കിടപ്പാടം വിട്ടുകൊടുക്കേണ്ടി വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള സങ്കടമുള്ള കാര്യം തന്നെയാണ്. മുമ്പ് കാലത്തൊക്കെ സർക്കാരിൻ്റെതായ രീതിയിലായിരുന്നു ഇത് ഏറ്റെടുക്കുക. പക്ഷേ സിംഗൂർ നന്ദിഗ്രാം സമരങ്ങൾക്കൊക്കെ ശേഷം 2013 വന്നിട്ടുള്ള ഫെയർ കോമ്പൻസേഷൻ റീസെറ്റിൽമെൻറ്റ് റീഹാബിലിറ്റേഷൻ ആക്ടിന് ശേഷം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കറിയാം, നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തിട്ടുള്ളതും കണ്ണൂർ എയർപോർട്ടിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തിട്ടുള്ളതും ഇപ്പോൾ സിൽവർ ലൈനിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതും 2013 ആക്ടിൻ്റെ ബലത്തിലാണ്. അതുമാത്രമല്ല, സിൽവർ ലൈനിൻ്റെ കേസിലാകുമ്പോൾ 2013 നിയമത്തിൻ്റെ കണക്കിലുള്ള കോമ്പൻസേഷൻ കൂടാതെ കുറേ പ്രോജക്ട്സും കുറേ ഓപ്ഷൻസും നമ്മുടെ സർക്കാർ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഓർഡർ ആയിട്ടുള്ള പ്രപ്പോസൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഫൈനൽ അപ്രൂവൽ കിട്ടിയാൽ അത് നിയമമാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലുമുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന സമയനഷ്ടമാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ പകുതി ഭാഗം എടുക്കുമെന്ന് എന്നോട് പറയുന്നു. പക്ഷേ ഇതൊരു 3-4 വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീടിന് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, മുറ്റം നന്നാക്കാൻ പറ്റില്ല, ചെടി വെക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വല്ലാത്തൊരു ട്രോമയാണ് മനുഷ്യന്മാർ അനുഭവിക്കുന്നത്. ഭയങ്കര പ്രശ്നമാണ്. നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം എടുക്കുന്നു എന്നുള്ളത് ഉടമകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തിലധികമായിട്ടുണ്ടായിരുന്നു. ഇത് 2022 മുതൽ വീട് പണിയാൻ പുതുക്കി പണിയാൻ പറ്റാത്ത എൻ്റെ ഒരു സുഹൃത്തിനെ എനിക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്. 20 വർഷം. അപ്പം 2 കാര്യങ്ങളാണ് സ്ഥലമെടുപ്പിന് വേണ്ടി ചെയ്യേണ്ടത്. ഒന്നാമതെന്ന് വെച്ചാൽ സ്ഥലം വിട്ടുകൊടുക്കുക എന്നുള്ളത് ഭയങ്കര വേദനയുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെ വേറെ കുറേ ആളുകൾ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ റോഡുകളും പാലങ്ങളും വിമാനത്താവളങ്ങളും ട്രാക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം എൻ്റെ വീട്ടിന് മുകളിലൂടെ വികസനം വന്നാൽ എനിക്ക് ഹൃദയസ്തംഭനം വരുമെന്ന് എനിക്ക് പരിചയമുള്ളൊരു എഴുത്തുകാരി എഴുതിയത് കണ്ടു. അങ്ങനെ ഹൃദയസ്തംഭനം വരാതെ കുറേ ആളുകൾ ഭൂമി വിട്ടുകൊടുത്തതുകൊണ്ടാണ് നമുക്ക് സെമിനാർ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും വിദേശത്തേക്കൊക്കെ റോട്ടിലൂടെയും ട്രെയിനിലൂടെയൊക്കെ പോകാൻ പറ്റുന്നത്. അതെന്തോ ആവട്ടെ. പക്ഷേ ആളുകൾ വീട് വിട്ടുകൊടുക്കുന്നത്, സ്ഥലം വിട്ടുകൊടുക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ ഏറ്റവും മാതൃകാപരമായിട്ട് അവരെ പരിഗണിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയും വേണം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് വിലയിൽ ഈ ഭൂമി വിറ്റാൽ, ഇതുപോലൊരു ഭൂമി വാങ്ങേണ്ടി വന്നാൽ അവരെത്ര പൈസ കൊടുക്കേണ്ടി വരുമോ അത്രയും പൈസ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൈസ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ നടക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ അക്വിസിഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന കാശിൻ്റെ കണക്കൊന്ന് അന്വേഷിച്ചാൽ നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഈ പ്രോസസ്സ് അതെന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്, എത്രയും വേഗം ചെയ്യുക എന്നുള്ളതാണ്. സിൽവർ ലൈൻ്റെ കേസിലാണെങ്കിൽ ഇത് രണ്ടാമത്തെ പ്രോസസ്സ് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിൽവർ ലൈൻ്റെ അലൈൻമെൻറ്റ് KRDCLന്റെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഫെയർ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം, റീസെറ്റിൽമെൻറ്റ് ആക്ട് പ്രകാരം കിട്ടുന്ന നഷ്ടപരിഹാരം കൂടാതെ വേറെയും കൊടുക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ്. 2 വിഭാഗം ആളുകളെ പ്രധാനമായിട്ടും, ഒന്ന് വീട് നഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് വേറെ ഭൂമി ഉണ്ടാകും, വീട് മാത്രം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള വളരെ ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുക്കുന്നു. കൂട്ടത്തിൽ 4,60,000 രൂപയും കൂടെ കൊടുക്കുന്നു. ഇനി 4,60,000 രൂപ കിട്ടിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്കൊരു വീട് സർക്കാർ വെച്ച് തന്നാൽ മതി എന്നാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇങ്ങനെയാണ്: നഷ്ടപരിഹാരവും 1,60,000 രൂപയും പിന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീടും കിട്ടുന്നു. ഇതാണ് വീട് പോവുകയും ഭൂമി ബാക്കി ഉണ്ടാവുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള കോമ്പൻസേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗം ഉണ്ടാവും. അവർക്ക് ആകെപ്പാടെ 4 സെന്റ് ഭൂമി ഉണ്ടാവുള്ളൂ, 3 സെന്റ് ഭൂമി, അതിലൊരു വീട്. ആ വീട് സർക്കാർ എടുക്കുകയാണ്, സ്വാഭാവികമായിട്ട് അവരുടെ ഭൂമിയും. അങ്ങനെയുള്ള ആളുകൾക്ക്
വളരെ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുന്നു. നഷ്ടപരിഹാരം കൂടാതെ സർക്കാർ അവർക്ക് 5 സെന്റ് ഭൂമി കൊടുക്കും. എന്നിട്ട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീടും വെച്ച് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് 5 സെന്റ് ഭൂമി മതി, ലൈഫ് പദ്ധതിയിലെ വീട് വേണ്ട, വീട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നഷ്ടപരിഹാരം കിട്ടുന്നു, 5 സെന്റ് ഭൂമി കിട്ടുന്നു, വീട് വെക്കാൻ 4 ലക്ഷം രൂപ കിട്ടുന്നു. ഇനി അതല്ല, നിങ്ങൾ പറയാണ് എനിക്ക് നഷ്ടപരിഹാരവും സ്ഥലവും സർക്കാർ തരണ്ട, സ്ഥലം ഞാൻ വാങ്ങിച്ചോളാം, വീട് ഞാൻ വാങ്ങിച്ചോളാം എന്നാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷനും, അതായത് മാന്യമായ നഷ്ടപരിഹാരം, സ്ഥലം വാങ്ങാൻ വേണ്ടി 6 ലക്ഷം രൂപ, പിന്നെ വീട് വെക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ, മൊത്തം 10 ലക്ഷം രൂപ ഇത്രയും കൊടുക്കുന്നു. ഇതുകൊണ്ടും ആയില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇതുകൊണ്ടും ആയില്ല. കാരണം ഈ ആളുകൾ മുഴുവൻ മനോഹരമായി റീസെറ്റിൽ ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളാണ്. അസുഖം വന്ന ഒരാൾക്ക് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഒരുക്കിയാൽ മാത്രം പോരാ. അതല്ല നമ്മൾ കോവിഡ് കാലത്ത് ചെയ്തത്. കോവിഡ് പോസിറ്റീവായ ആളുകൾ വളരെ സേഫായിട്ട് ആശുപത്രിയിൽ എത്തുന്നെന്നും അവിടെ കൃത്യമായി മരുന്നും ഭക്ഷണവും കഴിച്ച് നിൽക്കുന്നെന്നും തിരിച്ചു വീട്ടിൽ പോയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇതാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ധർമ്മം, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷം നമുക്കറിയാം ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. വളരെ ജെന്യുവനായ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂസിനെ പറ്റി ആലോചിക്കാതെ, അതിൻ്റെ ഗ്രാവിറ്റിയെ പറ്റി ആലോചിക്കാതെ വേറെ കുറേ കാര്യങ്ങളെപ്പറ്റി ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ദുബായിൽ നിന്ന് നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കേരളത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇതാരാണത് ഇവിടുന്ന് അയച്ചത്, എവിടത്തേക്കാണ് വന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്ന് അന്വേഷിക്കാതെ നമ്മുടെ പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഴുവൻ എങ്ങനെയെങ്കിലും ഇത് മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യാൻ നോക്കുകയായിരുന്നു. ഈന്തപ്പഴത്തിന് സ്വർണത്തിൻ്റെ കുരുവുള്ള ഈന്തപ്പഴമുണ്ടോ എന്ന് അന്വേഷിക്കാതെ, അങ്ങനെയുള്ള ഈന്തപ്പഴം ആരെങ്കിലും കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെ, അത് കൊണ്ടുവന്നത് KT ജലീലാണോ ഡോക്ടർ KT ജലീലാണോ എന്നറിയാതെ, അങ്ങനെ കൊണ്ടുവന്ന ഡോക്ടർ KT ജലീലിനെതിരെ എവിടെയെങ്കിലും എന്തെങ്കിലും കേസുണ്ടോ എന്ന് അന്വേഷിക്കാതെ സമരം ചെയ്യാൻ പോകും. സമരം ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം, സമരം ചെയ്യാൻ പോകുന്നതും മനസ്സിലാക്കാം, നല്ല കാര്യം. എന്നിട്ട് നമ്മൾ TV വിഷ്വൽ കാണും, തലയൊക്കെ പൊട്ടി ഒലിച്ച് ചോരയൊക്കെ ഒലിച്ച് നിൽക്കുന്ന ചിത്രം. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ചോരയായിരുന്നില്ല, ചുവന്ന മഷിയായിരുന്നു. അമ്മാതിരി തമാശകൾ നടത്തുന്ന ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷം, BJP, ഈ വിരുദ്ധ മുന്നണി. ഞാൻ ഒരിക്കലും പറയുന്നത് ഭൂമി നഷ്ടപ്പെടുന്നതിന്, ഭൂമി അക്വയർ ചെയ്യപ്പെടുന്നതിൻ്റെ പേരിൽ വളരെ ആകാംക്ഷയോടെ, ദുഃഖത്തോടെ, ഭയവിഹ്വലതയോടെ ഇതിനെ കാണുന്ന ആളുകളെ പറ്റിയിട്ട് അല്ല. അവരുടെ ലേബലിൽ അവരാണെന്ന ഭാവത്തിൽ, അവർക്ക് വേണ്ടി നാടകം കളിക്കാൻ വരുന്ന ആളുകളെയാണ്. ഇന്നലെ കേരളത്തിലെ എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്ത ഒരു സ്ത്രീയുടെ ബഹളത്തിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഈ സ്ത്രീയെ ഞാൻ മുന്നേയും 2 ഇടത്ത് കണ്ടിട്ടുണ്ട്. 2 ഇടത്ത് ഇതേ ശബ്ദം, ഇതേ മുഖം. ഈ 3 വിഷ്വൽസും കൂടിയിട്ടുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത്, ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് നടക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ നടപ്പ് അത്ര നല്ല നടപ്പല്ല. ഈ നല്ലതല്ലാത്ത നടപ്പിനെ എന്താണെന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുത്തേ മതിയാവുള്ളൂ.